ഹലോ. അങ്ങനെ നമ്മൾ റിനോവേഷൻസ് പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ട് എൻ്റെ പുതിയ കിച്ചണിൽ ആണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കിച്ചണിനൊക്കെ ബേബി പാൽ കുടിക്കാനായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അമ്മ കിച്ചൺ ക്ലീൻ ചെയ്തു. പക്ഷേ നമ്മൾ ആക്ച്വലി കബോർഡ്സും സംഭവങ്ങളൊന്നും ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ എവിടേക്കാണ് എന്തൊക്കെയാണ് വെക്കാന്നറിയാത്തതുകൊണ്ട് അമ്മ ഒക്കെ ആകെ ഈ കൗണ്ടർ ടോപ്പിലെല്ലാം നിരത്തി വെച്ച് പോയതാട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി, പക്ഷേ എങ്കിലും ഒക്കെ അലമ്പായിരുന്നു. വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മളെ കിച്ചൺ ഇത്രയൊക്കെ വൃത്തിയാക്കി എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് നമ്മൾ ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ ഒരു വിഷമല്ലേ. അപ്പം ഞാൻ കിച്ചണിലൊന്ന് വന്ന് നോക്കിയപ്പം ആകെ അലമ്പായി കിടക്കുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കി പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ കിച്ചൺ കണ്ടിട്ടില്ല അല്ലേ? ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങാനും ചെയ്യാൻ നോക്കാം. ഫുള്ള് പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെന്നേ. ഉള്ളിലിപ്പോൾ നമ്മൾ റൂംസും അതുപോലെ ബാക്കി കാര്യങ്ങൾ ഒക്കെ ഉള്ളിലുള്ളതെല്ലാം ക്ലീനാക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി പുറത്ത് മുറ്റത്ത് കുറേ സാധനങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. മുറ്റത്തുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് റൂംസിൽ കൊണ്ടുവയ്ക്കണം, കബോർഡ്സിൽ വെക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ ഉള്ളിലുള്ളതെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ പുറത്തുള്ളത് ഉള്ളിലേക്ക് വെക്കാൻ വലിയ ടാസ്ക്കാണ്. അപ്പോൾ കണ്ണൻ എണീറ്റ് വന്നിട്ട് അവിടെ നേരെ കാണാം കേട്ടോ. കണ്ണുപോയി എണീറ്റ് ഇങ്ങനെ നേരെ കാണാം. അതുകൊണ്ട് ഇങ്ങനെ ആ സൈഡിലേക്കായി കിടത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്താ പറയുക, എനിക്ക് കിച്ചൺ സ്ഥലത്തിൽ റൂമിലേക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര പോസിറ്റീവ് വൈബ്. എത്ര വൃത്തിയാക്കിയാലും വൃത്തിയായില്ല എന്നൊരു തോന്നുന്നു. ഇനി OCD ന്യൂ വേർഷനാണോ എന്നറിയില്ല. ഓൾറെഡി OCD ഒരാളാണ് ഞാൻ. പക്ഷേ OCD 2.0 എന്നൊക്കെ പറയുമായിരിക്കും. ഇനിയിപ്പോൾ വിൻചേട്ടൻ ഈ വീഡിയോ കണ്ട എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും കിച്ചണൊക്കെ ഒന്നും കൂടി ഞാൻ തൂത്ത് വൃത്തിയാക്കി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഗൈസ്, ഗുഡ് നൈറ്റ്.